എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. താത്വിക ആചാര്യന്മാർ ഒരുപാടുള്ള പാർട്ടിയാണ് CPM. ശ്രീ സുനിൽ പി ഇളയിടം പോലെയോ ശ്രീ TS ശ്യാംകുമാർ പോലെയോ ഉള്ള CPM സപ്പോർട്ടർമാരെയല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. തനി പാർട്ടിക്കാരായവരെ, ഉദാഹരണത്തിന് മന്ത്രി P രാജീവ്, ഗോവിന്ദൻ മാഷ്, അങ്ങനെയുള്ളവർ. P രാജീവിൻ്റെ താത്വിക വിശദീകരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. വസ്തുനിഷ്ഠ ഘടകം മാത്രം നോക്കി ആത്മനിഷ്ഠ ഘടകത്തെ കാണാതെ ഒരു ഘട്ടത്തിൽ നിർണ്ണയിക്കാൻ കഴിയില്ല. ആത്മനിഷ്ഠ ഘടകത്തിൻ്റെ ആഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠ സാഹചര്യത്തിനെ മൂർത്തമായി കാണാതെ ഒരു ഘട്ടത്തിൽ നിർണ്ണയിക്കാൻ കഴിയില്ല. ഇങ്ങനെയാണ് രാജീവിൻ്റെ താത്വിക ക്ലാസ് പോകുന്നത്. ഗോവിന്ദൻ മാഷാണെങ്കിൽ പിടിച്ചാൽ പിടികിട്ടാത്ത ടൈപ്പ് ഒരു സഖാവാണല്ലോ, ഭയങ്കര ദാർശനികനാണ്. കാറൽ മാർക്സിൻ്റെ വാചകങ്ങളൊക്കെ മണിമണിയായി ഉദ്ധരിക്കും. ഒരു ഉദ്ധരണി നോക്കുക. ഒരു സിദ്ധാന്തം ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങുമ്പോൾ അതൊരു ഭൗതിക ശക്തിയായി മാറുന്നു. ഇതുപോലുള്ള കടിച്ചാ പൊട്ടാത്തതും സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തതുമായ സംഭവങ്ങൾ ഇവർ പൊതുമധ്യത്തിൽ പ്രഘോഷിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ഇവരെന്തോ വലിയ സംഭവമാണ് എന്ന് തോന്നുന്നു. ഇത് സാധാരണക്കാർ മാത്രമല്ല തിരിതിരിക്കുന്നത്, വലിയ വിവരമുള്ളവരെന്ന് ഉള്ള ആളുകൾ പോലും ഇതിലൊക്കെ പെട്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഉദാഹരണത്തിന് കഴിഞ്ഞ നിയമസഭയിലേക്ക് രാജീവ് മത്സരിക്കുമ്പോൾ വോട്ട് പിടിക്കാൻ ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാട് വരെ പോയി. സത്യത്തിൽ CPMന് ഇത്തരം താത്വിക പ്രകാശനങ്ങളൊക്കെ വെറും ഷോയാണ്. 2 ഇലക്ഷനുകൾ തമ്മിലുള്ള ഇടവേളകളിൽ ടൈം പാസിനുള്ള കാര്യങ്ങളാണിതൊക്കെ. ഇതിൽ പെട്ടുപോകുന്നവരുണ്ട്, പെട്ടുപോകട്ടെ, അത്രയ്ക്കേ ഉള്ളൂ. അങ്ങനെ കിട്ടുന്ന ആളുകൾ അങ്ങനെ കിട്ടട്ടെ. വലിയ താത്വിക വിശദീകരണങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് നടത്തുമെങ്കിലും ശരിക്കും 2 പ്രവർത്തനങ്ങളാണ് വോട്ട് പിടിക്കാൻ CPMൻ്റെ കയ്യിലുള്ളത്. അതിലൊന്ന് സന്ദേശം സിനിമയിൽ കുമാരപ്പിള്ള സാറ് വിശദീകരിക്കുന്നുണ്ട്, ഞാനത് പറയാം. INSPയിൽ കൊള്ളാവുന്ന കുറച്ച് ആളുകളുണ്ട്. ആളുകൾക്ക് അവരോട് നല്ല മതിപ്പാണ്. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണ് കേസിലോ ഗർഭക്കേസിലോ പെടുത്തി നാറ്റിക്കുകയാണ് വേണ്ടത്. നാട്ടുകാർ അവരെ കാർക്കിച്ചു തുപ്പുന്ന പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. ഈ മാർഗം 1960കളിലെ PT ചാക്കോയുടെ കേസ് മുതൽ ഉമ്മൻചാണ്ടിയുടെ കേസ് വരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷവും ഇപ്പോൾ പയറ്റുന്നു. മാങ്കൂട്ടമൊന്നും പക്ഷേ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമൊന്നും വേശിയില്ല. ഇനി CPM വോട്ട് പിടിക്കുന്ന രണ്ടാമത്തെ മാർഗം തനി വർഗീയത. വർഗീയത എന്ന് പറഞ്ഞാൽ തനി വർഗീയത. തങ്ങളാണ് യഥാർത്ഥ മതേതരർ എന്ന് പുറത്തേക്ക് പ്രൊപ്പഗൻഡ നടത്തുക, ഒപ്പം മുസ്ലിങ്ങളെ ഹിന്ദുക്കളുമായി തെറ്റിക്കുന്ന തരം പ്രസ്താവനകൾ നടത്തുക. അതിന് പറ്റിയ ചില കൂട്ടാളികൾ അവർക്കുണ്ട്. റിമോട്ട് കൺട്രോളറിൽ ആണ് അവരുടെ പ്രവർത്തനം. വെള്ളാപ്പള്ളി നടേശൻ, AK ബാലൻ, സജി ചെറിയാൻ എന്നൊക്കെയാണ് അവരുടെ പേരുകൾ. അവർ വായ തുറന്നാൽ വർഗീയതയുടെ കാളകൂട വിഷം പരക്കുന്നു. അവരുടെ റിമോട്ട് ആരുടെ കയ്യിലാണ് എന്ന് നമുക്കറിയാം, ആരുടെ കയ്യിലാണ് എന്ന്. കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുന്ന ഘട്ടത്തിൽ ക്യാപ്റ്റൻ വെള്ളാപ്പള്ളിയോട് പറയും, ഒരു മലപ്പുറം പിടച്ചോ, മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നു എന്ന് പറഞ്ഞോ, UDF വന്നാൽ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞോ. ക്യാപ്റ്റൻ റിമോട്ടിൽ ഞെക്കും, വെള്ളാപ്പള്ളിയിൽ നിന്നും തൊഗാടിയെ പുറത്തു വരും. വെള്ളാപ്പള്ളിയേക്കാൾ ഇരട്ടി ശക്തിയാണ് സജി ചെറിയാൻ്റെ പ്രസ്താവനകൾക്ക്. മന്ത്രി ആയതുകൊണ്ട് ഒരു ഗൗരവമൊക്കെ ഉണ്ടല്ലോ. മത്സരിച്ച് ജയിച്ചു വന്നവരുടെ മതം നോക്കൂ, കൂടുതലും മുസ്ലിങ്ങളാണ്. ഇതൊക്കെയാണ് സജിയുടെ വക. സഖാവ് AK ബാലനാണെങ്കിൽ വിശ്രമജീവിതം നയിക്കുന്ന കക്ഷിയാണ്. പണ്ട് ബലാത്സംഗത്തിൻ്റെ തീവ്രത അളക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പണി. പുള്ളി ഇടപെടേണ്ട സമയം വന്നു ചേർന്നു എന്ന് ക്യാപ്റ്റന് തോന്നിയാൽ ക്യാപ്റ്റൻ റിമോട്ടിൽ ഞെക്കും, ബാല ഒന്ന് പിടച്ചോ. പുള്ളി ഇപ്പോൾ പടച്ചത് കേട്ടില്ലേ, UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ആഭ്യന്തരമന്ത്രിയാകും. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? കേരളത്തിലെ 2% മുസ്ലിങ്ങൾ പോലും വോട്ട് ചെയ്യാത്ത പാർട്ടിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയ. അവരുടെ വെൽഫെയർ പാർട്ടിക്ക് കിട്ടുന്ന വോട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? കേരളത്തിലെ 2% മുസ്ലിങ്ങൾ പോലും വോട്ട് ചെയ്യാത്ത പാർട്ടിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി, അല്ലെങ്കിൽ അവരുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടി. 2% വോട്ട് കിട്ടാത്ത പാർട്ടിക്ക് എങ്ങനെയായി ആഭ്യന്തരം കിട്ടുന്നത്? ഇനി അങ്ങനെ ആഭ്യന്തരം കൊടുക്കുകയാണെങ്കിൽ 42 വർഷമായി LDFിനോട് സഹകരിച്ച ഒരു സംഘടനയല്ലേ ജമാഅത്തെ ഇസ്ലാമി? CPM അവരെ ആഭ്യന്തരമന്ത്രി ആക്കിയിട്ടുണ്ടോ? VD സതീശൻ്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് അർത്ഥമുണ്ട്. അപ്പോൾ എന്താണ് CPMൻ്റെ ഉദ്ദേശം? അവർ ഹിന്ദുക്കൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഹിന്ദുക്കളെ, UDF വന്നാൽ നിങ്ങൾ സുരക്ഷിതരല്ല. ഇതിനെ ഡോഗ് വിസിൽ എന്നാണ് സോഷ്യൽ സൈക്കോളജിയിൽ പറയുക. സോഷ്യൽ മീഡിയയിൽ ഗൗരവത്തോടെ എഴുതുന്ന ഒരു കക്ഷിയുണ്ട്, ശ്രീ ആശിഷ് ജോസ് അമ്പാട്ട്.
അദ്ദേഹം ഈ പ്രതിഭാസത്തെ വിശദീകരിക്കുന്നത് ഞാൻ ഒന്ന് പറയാം. എന്താണ് ഡോഗ് വിസിൽ? അതൊരു തരം വിസിലാണ്. പി പട്ടിക്ക് മാത്രം കേൾക്കുന്ന വിസിൽ. മനുഷ്യർക്ക് കേൾക്കാൻ പറ്റാത്ത ചില ശബ്ദവീചികൾ ഉണ്ടെന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ മറ്റു പല ജീവികൾക്കും ആ ശബ്ദവീചികൾ കേൾക്കാൻ പറ്റും. ഡോഗ് വിസിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദം പട്ടിക്ക് മാത്രം കേൾക്കാം, മനുഷ്യന് കേൾക്കില്ല. ബാലനും പിണറായി സഖാവും ഇതുപോലുള്ള ഡോഗ് വിസിൽ എടുത്താണ് വിളിക്കുന്നത്. പൊതുസമൂഹത്തിന് മനസ്സിലാവാത്ത രീതിയിൽ ഒരു വിസിൽ, എന്നാൽ സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിന് കൃത്യമായി പിടികിട്ടുന്ന മറ്റൊരു സംഭവം. അതായത് UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ആഭ്യന്തരമന്ത്രിയായി വരും എന്ന് പറഞ്ഞാൽ അതിൽ ഹിന്ദുക്കൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട്. അത് പിടിച്ചെടുക്കാൻ ഹിന്ദുക്കൾക്ക് മാത്രമേ കഴിയൂ. എന്താണത്? ഹിന്ദുക്കളെ, UDF വന്നാൽ നിങ്ങൾ സുരക്ഷിതരല്ല. ഇതാണ് ആ വിസിൽ പറയുന്നത്. ഈ വർഗീയ വിസിൽ എടുത്ത് ഇവർ നിരന്തരം ഊതിക്കൊണ്ടിരിക്കുന്നു. ഇരട്ടത്താപ്പുകളുടെ 1000 പേജുള്ള പുസ്തകമാണ് പരമ്പരാഗത കമ്മ്യൂണിസ്റ്റുകളുടെ ചരിത്രം. എനിക്ക് തോന്നുന്നത് ഭയമാണ് ഇപ്പോൾ CPM-നെ നയിക്കുന്നത് എന്നാണ്. ഭരണം പോയാൽ ജയിലിൽ പോകേണ്ടി വരുമോ എന്ന ഭയം. അതിന് മാത്രം അഴിമതികൾ ഇവർ ചെയ്തു കൂട്ടിയിട്ടുണ്ടാകണം. മറ്റൊരു സർക്കാർ വന്നാൽ ഈസിയായി പിടിക്കപ്പെടുന്ന രീതിയിൽ. മാത്രമല്ല, പിണറായി സർക്കാർ മറ്റൊരു ഷിഫ്റ്റ് കൂടി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതുവരെ നിലനിന്നിരുന്ന UDF LDF തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയത്തെ പൊളിച്ചു. രണ്ടു കൂട്ടരായി 5 കൊല്ലം ഭരിക്കും, വലിയ രീതിയിൽ പരസ്പരം പോരടിക്കും. എന്നാൽ അധികാരം കിട്ടിക്കഴിയുമ്പോൾ പ്രതികാര രാഷ്ട്രീയം പുറത്തെടുക്കാറില്ല. രണ്ട് കൂട്ടർക്കും ഇടയിൽ പാലമായി പലരും ഉള്ളതിനാൽ തമിഴ്നാട്ടിലെ പോലെ നമ്മുടെ രാഷ്ട്രീയം പോവാറില്ല. മുൻമന്ത്രിമാരെ ജയിലിലടയ്ക്കുന്ന പണിയും ഇല്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാത്ത വകുപ്പൊക്കെ ചാർത്തി ജയിലിലാക്കിയതോടെ ആ ഇക്വിലിബ്രിയം അവസാനിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടം സാങ്കേതികമായി കോൺഗ്രസ്സിലില്ല എങ്കിലും കോൺഗ്രസ്സുകാരുടെ മനസ്സിനുള്ളിൽ രാഹുലുണ്ട് എന്നുള്ളതൊരു പരമയാഥാർത്ഥ്യമാണ്. ഇതുമാത്രമല്ല, പ്രതിപക്ഷത്തുള്ള പലരെയും, അതായത് പ്രതിപക്ഷ നേതാവിനെ പോലും കേസിൽ കുരുക്കി അകത്താക്കാനുള്ള ശ്രമവും ഈ പിണറായി സർക്കാർ തുടങ്ങി വെച്ചു. അതോടെ ഇക്വിലിബ്രിയം പ്രതികാര രാഷ്ട്രീയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് CPM ആ ഇക്വിലിബ്രിയം പൊട്ടിച്ചത്? ഉത്തരം ലേശം ദീർഘമാണ്, എന്നാലും പറയാതെ പറ്റില്ല. പണ്ട് കാലത്ത് പാർട്ടിക്ക് വേണ്ടി പന്തം കൊളുത്തി പ്രകടനം നടത്തി നടന്നിരുന്നവരിൽ അധികവും ചൊവ്വന്മാരായിരുന്നു. സാമുദായിക ബോധത്തെക്കാൾ പാർട്ടി അടിമത്തമുള്ള ഒരു അപൂർവ വിഭാഗം എന്ന് വേണമെങ്കിൽ അവരെ നമുക്ക് വിശേഷിപ്പിക്കാം. അവരുടെ പിൻതലമുറകൾ ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും പോയി 10 പുത്തനുണ്ടാക്കിയപ്പോൾ ക്ഷേത്രം പുനരുദ്ധീകരിക്കാനും നടപ്പുര പണിത് അതിന്മേൽ പേര് വയ്ക്കാനും ആനകളെ സ്പോൺസർ ചെയ്യാനും വെടിക്കെട്ട് നടത്താനും നമ്പൂരിമാരെ വിളിച്ച് പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശ പൂജ നടത്താനും ആരംഭിച്ചതോടെ CPM-ൻ്റെ കഷ്ടകാലം തുടങ്ങി. സവർണ ഭ്രമം ബാധിച്ച അവർ BJP-കളാണ് പിന്നീട് പ്രതിപത്തി കാണിച്ചു തുടങ്ങിയത്. തങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വോട്ടുകൾ BJP-യിലേക്ക് മാറുന്ന കാര്യം ഗൗരവത്തിലെടുക്കാതെ CPM-കാർ പോയത് കോഴിക്കോട് കടപ്പുറത്തേക്കാണ്. അവിടെ ഷേവ് ഗാസ ചൂണ്ടകളിട്ട് മുസ്ലിം വോട്ട് പിടിക്കാൻ തുടങ്ങി. മുസ്ലിങ്ങളുടെ രക്ഷകർ ഞങ്ങളാണ്, ലീഗല്ല എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. എന്തായിരുന്നു പിണറായി സഖാവിൻ്റെ ഫോർമുല? ആ ഫോർമുല വേണമെങ്കിൽ അതിദീർഘമായ ഒരു ഫോർമുല നമുക്ക് പറയാം. 7 പേരുടെ ഫിക്സഡ് വോട്ടുകൾ പ്ലസ് വിവിധ മതങ്ങളിലെ മതേതര മനസ്കരുടെ വോട്ടുകൾ പ്ലസ് ലീഗിൽ നിന്നും ചോരുന്ന വോട്ടുകൾ സമം എന്നും കേരളം ഭരിക്കാം, കോൺഗ്രസിനെ ഇല്ലാതാക്കാം, BJP-യെ പ്രതിപക്ഷത്തിരുത്താം. ഈ ധൈര്യമാണ് ഇക്വിലിബ്രിയത്തെ പൊളിച്ച് തമിഴ്നാട് സ്റ്റൈലിൽ പ്രതികാര രാഷ്ട്രീയം കയ്യിലെടുക്കാൻ CPM-നെ പ്രേരിപ്പിച്ചത് എന്ന് കരുതാൻ ന്യായമുണ്ട്. പക്ഷേ ഈ ഫോർമുല പൊളിഞ്ഞു പാളീസായ വിവരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് CPM-ന് ബോധ്യപ്പെട്ടത്. തങ്ങളുടെ വോട്ട് ബാങ്ക് ചോർന്നു കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിയിൽ നിന്നും പാർട്ടിയുടെ കരുത്തായ പിന്നോക്ക ഹിന്ദുക്കൾ കളം മാറ്റി ചവിട്ടിയിരിക്കുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് BJP സർക്കാർ കേന്ദ്രത്തിൽ ചെയ്യുന്ന അതേ മാർഗമാണ്, മുസ്ലിം വിരോധം പ്രചരിപ്പിക്കൽ. അതാണ് വെള്ളാപ്പള്ളിയും സജി ചെറിയാനും ബാലന്മാരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.